ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാഷ്ടാഗ് ബ്ലോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാരിയറ്റിലാണ്. ഇപ്പോൾ നീരജ സ്കൂൾ ഓഫ് ഏവിയേഷൻ്റെ ഓണപരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ടീംമേറ്റ്സ് ആരിഫുണ്ട്, പിന്നെ അരുണുണ്ട്, നിഹാലുണ്ട്, പിന്നെ അസീഫുണ്ട് ഡിപ്ലോമ, പിന്നെ അഫ്രിനുണ്ട്. സോ ഗായ്സ്, നമുക്ക് വീഡിയോ വരാം. പ്ലീസ്. നമ്മുടെ ഇത്തവണത്തെ നീരജയുടെ എന്താണ് നോട്ടീസ് ലൈക്ക് മോട്ടം എന്ന് പറയുന്നത് നീരജ ഓണം ഓൺ ബോർഡ് 2K25 എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, വി ആർ റെഡി. രാവിലെ തന്നെ എത്തി. അതാണ് ഞങ്ങളുടെ സീനിയർ കുട്ടൻ. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഊബറിനാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് പേരെ ആൾക്കാരെ കൂടെ നമുക്ക് പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് അവിടുന്ന് മാരിയലിലോട്ട്, കോട്ടിയർ മാരിയൽ. രാവിലെ തന്നെ ഫാത്തിമ സേനെ സലൂണിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഊബറെത്തി. ഗൈസ്, ആരിഫും അവന്മാരും ഒക്കെ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ വോളണ്ടിയേഴ്സും കൂടാണ്. അപ്പോൾ നേരത്തെ പോയേ പറ്റത്തുള്ളൂ. ഗൈസ്, ഫൈനലി വി ആർ എൻ്ററിങ് കോട്ടിയറ്റ് മൈ മാരിയറ്റ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നീരജ സ്കൂൾ ഓഫ് ഏവിയേഷൻ്റെ ഓണ പ്രോഗ്രാം നടക്കുന്നത്. സമയം ഇപ്പോൾ 7:45 ഐ ആം സോ എക്സൈറ്റഡ്. കോട്ടിയറ്റ് മാരിയറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഗൈസ്, ഇതാണ് നസ്രീൻ. ഹലോ, ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ HOD, ഇതാണ് അൻസാസ. ഗൈസ്, അർസാൻ എത്തി, ആയത്തനുണ്ട്, അൻസാർ സാറുണ്ട്. ഓണം ഓൺ ബോർഡ് 2K25. ഇത് നമ്മുടെ കുട്ടികളാട്ടോ. ഒരുമിച്ച് പറയണേ. മറ്റേത് എന്ത് പറയാ? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം പ്രോഗ്രാം നടക്കാൻ പോകുന്ന ഹാള്. ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് സീനാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ആവശ്യമാണ് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ലൈക്ക് ഇതാണ് ഷാബ, ഞാൻ ചന്ദ്ര ശ്രീ പാർവതി. പോയിട്ടുണ്ട്. അർസാന് ചന്ദനം തൊട്ട് കൊടുക്കുന്നല്ലേ ആദിത്യൻ. ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് എമിറേറ്റ്സ് എയർലൈൻസിലെ ക്യാബിൻ ക്രൂസുമായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ അവസരം കിട്ടി. ഗൈസ്, ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിച്ചില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്, ഓണത്തിൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഗൈസ്, രാവിലെ തന്നെ അത്തപ്പൂക്കള കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CC ബാച്ചിൻ്റെ, അവിടെ AO ബാച്ചിൻ്റെ, അത് കഴിഞ്ഞ ദിവസം അപ്പോൾ അവിടെ നമ്മുടെ BBA ഫ്രഷേഴ്സ് ബാച്ച്, അത് കഴിഞ്ഞ് നമ്മുടെ BBA ജൂനിയേഴ്സ് ബാച്ച്, അത് കഴിഞ്ഞ് നമ്മുടെ സീനിയേഴ്സിൻ്റെ ബാച്ച്. അവർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അവരുടെ പൂക്കളം. ഗൈസ്, അപ്പോൾ നമ്മുടെ പിള്ളേരെത്തിയിട്ടുണ്ട്. അപ്പോൾ നിഹാലുണ്ട്, പിന്നെ ആരിഫുണ്ട്, പിന്നെ ഷെറിൻ, അസീഫ്. ഓ, ഏതാ ലുക്ക്? പൊളി ലുക്ക്. ക്യാമറമാൻ അസീഫിനൊപ്പം. ഗൈസ്, അത്തപ്പൂക്കള കോമ്പറ്റീഷൻ ഏകദേശം കഴിയാറായി. BBA ഫ്രഷേഴ്സ് ബാച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്, BBA ജൂനിയേഴ്സ് ബാച്ച് ഇട്ടിട്ടുണ്ട്, BBA സീനിയേഴ്സ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞാണ്. അപ്പോൾ ഇനിയും AO ബാച്ച് കുറച്ചും കൂടെ ഉണ്ട് അവരുടെ. അത് കഴിഞ്ഞാൽ പിന്നെ CC ബാച്ച് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി.
ബ്രോസ്. ഹലോ കോയ്. നിങ്ങളുടെ വണ്ടി എന്ത് ചെയ്യും? ഗൈസ് ഇവിടെ ഫോട്ടോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പാളും ഫാക്കൽറ്റീസും എല്ലാം തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഇതാണ് സിയ. ഹായ് ഗൈസ്. ഞാൻ കല്യാണം കഴിഞ്ഞു. That's the spirit of Onam. Welcome to Onam on board 2K25. ഏത് സൈഡ് ആർക്കാ കൂടുതൽ എനർജി ഉള്ളത് നോക്കാം. ആദ്യം ഈ സൈഡ് ക്ലാപ്പ് ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യനെ മഹാബലിയുടെ പുത്രന്റെ പേരെന്താണ്? അറിയുന്ന ജസ്റ്റ് കൈവക്ക്. I'm sorry, I have to speak in English because I do not know how You to can speak. talk in English, ma'am. Yeah, Onam is a harvest festival of Kerala, and all of us enjoy, stay happy, and be rich in love, peace, and good marriage. We also welcome BBA Senior. താഴേക്ക് മറിക്കാൻ എന്താ പ്രയാസം? എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. ഫോണിലേക്ക് മാങ്ങമറി, താഴേക്ക് കളിക്കും. മാങ്ങമറി മാങ്ങ പച്ചക്കറി കളിക്കുണ്ടാവും.
Thank you guys, thank you so much. ഹാപ്പി ഓണം. Happy Onam. Our director Malavika ma'am. Hi. Hello guys, my channel. Nisha ma'am, communication. Hi. Happy Onam. Communicatives. സോണി മാം. സദ്യ വന്നിട്ടുണ്ട്. ചെറുതാ. अच्छा इजी होता नहीं
ഗൈസ് പപ്പടം കഴിച്ചുള്ള ഓർമ്മ ഉള്ളൂ, യുദ്ധം കഴിഞ്ഞ ഫീലാണ്. എന്തോ അടിപൊളി സദ്യ. ഞാൻ ഈ 2025 ആദ്യത്തെ സദ്യ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം, അടിപൊളി സദ്യ. എല്ലാം ഉണ്ട്, എല്ലാ വിഭവങ്ങളുണ്ടായിരുന്നു. ഫുഡ് ആദ്യത്തെ പപ്പടം കിട്ടിയെന്നറിയാവോ? ഇഷ്ടം പോലെ പപ്പടവും കിട്ടി. പായസം അടിപൊളിയാണ്. പാലടപ്രദം സദ്യ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി വെച്ചാൽ അടിപൊളി. പരിപാടിയോ? പരിപാടിയും കൊള്ളാം, അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ കൊള്ളാം, പായസം കൊള്ളാം. അവസാനം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. ഈ സോസും ലൈക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ട കൂടുതൽ? എനിക്ക് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാർ, ചോറ് ആൻഡ് പായസം. ഈ സോസ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്നേഹേ സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫാത്തിമ ഫുഡ് അടിപൊളി. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു സദ്യ കഴിച്ചു. നീ ഇതുവരെ ഇവിടെ കോഴിക്കോടല്ലേ? കോഴിക്കോട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സദ്യ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ബെറ്റർ, ഗുഡ്, പരിപാടി വ്ലോഗാണോ? ആ വ്ലോഗ്. എൻജോയ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ആ അടിപൊളി, നല്ല ഫുഡ്. പായസം അടിപൊളി. BBS എന്താണ് ഫുഡിനെ കുറിച്ച്? പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? പരിപാടി അടിപൊളിയായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു. ഗൈസ് അപ്പോൾ ഷെറിൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു, ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ ആ അടിപൊളിയായിട്ട് പോണ ഫോട്ടോ എടുക്കാണ്. മീനുവിന്റെ ഫോട്ടോ ആണ്. മീനുവാണെങ്കിൽ ആയുഷല്ല മടി കിടക്കുന്ന ആയുഷിന് മടി കിടന്ന പയ്യെ എഴുതണം. നസറിനെ മോളെ രേഷ്മ കുമാർ. രേഷ്മയ്ക്കും നമ്മൾ ഒരു ഓണസദ്യ പാഴ്സൽ കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ നടിച്ചു പൊളിക്കാണ്, ഓണം പൊളിക്കാണ്, ഞങ്ങൾ തകർക്കാണ്. എനിക്ക്
എങ്ങനെ ഉണ്ടായിരുന്നു സദ്യയൊക്കെ? സദ്യയൊക്കെ സൂപ്പർ, ഒന്നും പറയാനില്ല. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിഷിന്റെ ബ്ലോഗാണ്. അപ്പോൾ ആയിഷിന് എല്ലാവിധ ആശംസകളും. രേഷ്മ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രേഷ്മ ഇപ്പൊ എത്തിയിട്ടുണ്ട്, എവിടൊക്കെയോ കുത്തുന്നു. അടുത്തത് മാഡി മാധവ് റിസ്വാന കുത്തുന്നത് വ്ളോഗ് വരുമോ? കാത്തിരുന്ന് കാണാം. സുന്ദരിക്ക് പൊട്ടുകളിൽ പട്ടം നേടാൻ നമ്മുടെ അബ്ദുൾ റൌഫ് വേദിയിലേക്ക്. കമോൺ. ഏറ്റവും ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അബ്ദുൾ റൌഫാനാണ്. തൊട്ടുപുറകെ റിസ്വാന ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. അഭിരാമി മൂക്ക് കുത്തി പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്, മൂക്ക് കുത്തി പൊട്ടിച്ചിരിക്കുകയാണ്. അതെ, കാശ്മീരിൽ നിന്നും കേരളത്തിലെ സുന്ദരിക്ക് പൊട്ടുതലാനെത്തിയ കോമണൻ കാസിഫ്. കമോൺ. കാസിഫ് അളന്ന് കുറിച്ച് അളവെടുത്ത് കുത്തിയിരിക്കുകയാണ് ഗൈസ്. പോതോ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം. നെക്സ്റ്റ് ഔട്ട്ഡോർ ഗെയിംസ് ആണ് വരുന്നത്. ആദ്യം തന്നെ വടംവലി, അത് കഴിഞ്ഞു ഉറിയടി. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ആവുകയാണ്. അത് വന്നു ഉറപ്പായിട്ടും. ഫസ്റ്റ് എല്ലാം ഇൻട്രോ എടുത്തു. വോളണ്ടിയേഴ്സ് മാളവിക. ഇവിടെ വടംവലി നടക്കുകയാണ്. അപ്പോൾ സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ള അടിപൊളി വടംവലി. ഗൈസ്, A1CC ബാച്ച് തഗ് ഓഫ് വാർ. നിങ്ങളില്ലെങ്കിൽ ഓക്കെ, നമുക്ക് അടുത്ത സെമിയും നിങ്ങളില്ലെങ്കിൽ വേണ്ട. എടാ ഞാൻ വല്ലോ. ഓക്കെ ഹർഷാൻ മാറിച്ചിട്ടേക്കണം. രേഷ്മ മാം, എന്താണ് ഈ വടംവലിയുടെ ഒരു അഭിപ്രായം? ഇവിടെ പറയൂ. ഒരു അഭിപ്രായവും ഇല്ല മാം, എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. വാശിയേറിയ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Give them a big applause, come on! BBF receives the second prize winners for Pukalam. Onam on board to get to 5. Pukalam flower carpet, the winner.
ഈ 4 പൂക്കളം ഉണ്ടെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള പൂക്കളം ശരിക്കും അവരുടേതായിരുന്നു. അവരൊരു വേഴാമ്പലിന്റെ ഒരു മോഡലിലുള്ള ഒരു പൂക്കളായിരുന്നു. അതായത് BBA seniors, the batch, entire batch, please come on this stage. Come on, this is your last chance to receive some Onam celebrations. Come on. ഇത്രയും ആക്റ്റീവായ ഒരു പാർട്ടിസിപ്പേഷൻ ഇതുവരെ നീരജയിൽ നമ്മൾ കണ്ടിട്ടില്ല. പൂക്കളത്തിൽ മാത്രമല്ല മെയ്ക്കരുത്തിലും തങ്ങൾക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ച BBA seniors second prize for tug of war വടംവലി second. First prize winners. കയ്യടൊന്നും കേൾക്കുന്നില്ലല്ലോ ഒച്ച. ഫലം പഠിച്ച് പൊട്ടിച്ചിരിക്കുന്നു 18 സെക്കൻഡിൽ. ബെനീറ്റ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു കയറി വന്നപ്പം. പുതിയ ആൾക്കാർ, അറിയാത്തൊരു ക്രൗഡ്, പക്ഷേ ഭയങ്കര ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ PG ചെയ്തിരുന്ന ഡേയ്സിനെ പറ്റിയൊക്കെ ആലോചിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്ര എൻജോയ് ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പം, ഒരു വ്യൂവർ ആയിട്ടിരുന്നപ്പം കുറച്ച് മനസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. താങ്ക് യു ഓൾ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ജസ്റ്റ് ഓർമ്മ വന്നൊരു കാര്യമാണ്. ഞാൻ JKയുടെ കസിന്. എൻ്റെ പേര് ശ്രീരാജ്. ആൻഡ് ഒരു കാര്യം കൂടെ, ഞാനിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഒരു റീല് കണ്ടായിരുന്നേ. അപ്പം അതിനകത്ത് കേട്ടില്ല. സോറി ഞാൻ റീസെൻ്റ് ആയിട്ടൊരു റീല് കണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് ആ റീലിൻ്റെ കണ്ടന്റ് ഇതാണ്. അയാളിങ്ങനെ പറയാണ് വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ ജേർണി ഓഫ് ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുക. അപ്പം അയാൾ പറയാണ് രണ്ടുമല്ല, നമ്മുടെ കൂടെയുള്ള കമ്പനിയാണെന്ന് പറയാം. എനിക്കതാ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഓണങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകും, പക്ഷെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരില്ലെങ്കിലും ആ ഓണം അത്ര നല്ലതാവെന്ന് തോന്നുന്നില്ല. സോ ഐ ഫീൽ ലൈക്ക് യു ഗൈസ് ആർ ഹാവിംഗ് ദ ബെസ്റ്റ് ടൈം ഹിയർ. ഹാപ്പി ഓണം. ഗൈസ് ഹാപ്പി ഓണം എഴുതാൻ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഓർത്തത് നമ്മൾ വീഡിയോയുടെ ഔട്ട്രോ എടുത്തില്ലെന്ന്. അപ്പോൾ ഓണപരിപാടിയാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫോൺ ഡെഡായിപ്പോയി. അതാണെങ്കിൽ നമ്മുടെ മലയാളി മാരൻ കോമ്പറ്റീഷനും കൂടെ ഉണ്ടായിരുന്നു. അതിൽ മലയാളി മങ്കനായിട്ട് നമ്മുടെ സ്വന്തം ആയത്തനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേക്കുന്നത്. അത് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് നമ്മുടെ സ്വന്തം സീനിയർ സഹൽ, സെക്കൻഡ് റണ്ണറപ്പായിട്ട് ഞാനും ഉണ്ട്. പിന്നെ മലയാളി മാരനായിട്ട് മങ്കയായിട്ട് BBA ജൂനിയറിൽ നിന്നും സിനിയ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. പിന്നെ വൈൻഡപ്പായി. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ മറ്റൊരു വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മീ ആയുഷ് സൈനിങ് ഔട്ട്.